ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെറിയൊരു ക്രാഫ്റ്റും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു 5 മിനിറ്റൊക്കെ ഈ ഒരു വീഡിയോ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പിന്നെ ഫുള്ള് തിരക്കായിപ്പോയി, അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ വിചാരിച്ച ടൈമിനെക്കാട്ടിലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗാസിൻ്റെ ബർത്ത്ഡേൻ്റെ 3rd ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേയിലുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പിന്നെ പാർക്കിൽ നിന്ന് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ പോകുന്ന വഴി പെട്രോൾ അടിക്കാൻ ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ടൈമേ ഇല്ല, അപ്പോൾ പെട്രോളും തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പം പെട്രോൾ അടിക്കാൻ കയറിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ സെഫുഖാൻ്റെ ഫാമിലിയിലുള്ള ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ചെറിയൊരു എല്ലാവരെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമല്ലോ എന്നുള്ള, പിന്നെ മക്കൾക്കും ഒന്ന് പാർക്കിലൊക്കെ പോയിട്ട് കളിക്കുക, ആ ഒരു ഇത് വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്താണ്. അപ്പം നമ്മൾ പോൺ പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ, ദുബായ്. അപ്പം ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വലിയ ഡെക്കറേഷനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലൊരു സ്റ്റാൻഡ് ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പം അത് ജസ്റ്റ് നമുക്ക് സൈഡിൽ വെച്ച് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മക്കൾക്ക് നല്ലോണം കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ എനിക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഡിസൈനും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേക്ക് ഓർഡർ ചെയ്യുന്ന, ബർത്ത്ഡേക്കൊക്കെ ഓർഡർ ചെയ്യുന്ന അവരുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്, മിംസ് കേക്ക് വേൾഡ്. അപ്പം അവരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരും നല്ല തിരക്കിലായിരുന്നു. അവർക്കും 5-6 ഓർഡറൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർഡറും കൂടെ ഒക്കെ ആയിട്ട് അപ്പം ഒന്ന് ഉച്ചയ്ക്ക് 2 മണി ആകുമ്പോഴേക്ക് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് സാധനം എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ചെക്കപ്പൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ നല്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ പിന്നെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ എല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഒരു ഈവനിങ് ഒക്കെ ആയിട്ടോ, 5 മണി ഒരു സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് മക്കളൊക്കെ വെച്ച് പിന്നെ ഫോട്ടോസും കാര്യങ്ങളെടുത്ത് എന്താ പറയുക, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ പാർക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അവർ അവിടെ പോയിട്ട് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് ക്യാൻവാസിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫ്ലവർ ഡെക്കോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ചെറിയൊരു ഫ്രെയിമും സൈഡിൽ വെച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിൽ തേന് അതേപടി ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ സൈഫുഖാൻ്റെ മൂത്ത അമ്മോന്. അപ്പം അതവരെല്ലാവരും കൂടെ അങ്ങനെ നടന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ടീ ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ ഓർഡർ ചെയ്തു, സമൂസയും അതും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈവനിങ് തിരിച്ച് പോരുന്നത്. അപ്പം നമ്മൾ പിന്നെ വൈകുന്നേരം ആയപ്പം നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ എല്ലാവരും ഓരോ വഴിക്ക് പോയി. അപ്പോഴേക്കും മക്കൾ നല്ല ഉറക്കം വന്നിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കയറിയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും നാട്ടിലേക്ക് ഉമ്മച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങിപ്പോയി. രാവിലെ ആ സമയത്തൊന്നും വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അൽക്കൂസ് ദുബായിലാണ് വരുന്നത് കേട്ടോ.
അപ്പം ഇവിടെ കയറിയപ്പം തന്നെ നമ്മൾ ഇതുവരെ ഇവിടെ ഇത്രയും കാലമായിട്ട് ഒരു ഷോപ്പിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ ടൈപ്പ് ട്രോളി. ഇത് ഭയങ്കര യൂസാണ് കേട്ടോ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്, അവർക്ക് കളിക്കുകയും ചെയ്യാം, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇതുപോലെ ടൈപ്പ് ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പം ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരുപാട് ജെൻസിൻ്റെ ഐറ്റംസും അതുപോലെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ജെൻസിന് എല്ലാവർക്കും പറ്റിയിട്ടുള്ളതുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ കുറച്ച് കിച്ചൺ ക്രോക്കറി ഡെക്കോർ ഐറ്റംസ് ആ ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ജെൻസിൻ്റെയും പിന്നെ മക്കളെ ആ ഒരു ഇതിലേക്ക് പോയത്. പിന്നെ ലേഡീസിന് പറ്റിയ ഇതിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേഡീസിന് ഭയങ്കര റേറ്റാണ്, പറയാൻ പറ്റില്ല. 70 ദിറംസാണ് ഏറ്റവും കുറഞ്ഞ് വരുന്നത് കേട്ടോ. സാധനങ്ങളുമൊക്കെ ചെറിയ ഹാൻഡ് ബാഗും കാര്യത്തിനൊക്കെ 70 ദിറംസ്. അപ്പോൾ ഭയങ്കര 200 300 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് റേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പം മക്കൾക്ക് പറ്റിയിട്ട് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് 9 ദിറംസ് 10 ദിറംസ് 15 ദിറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ജെൻസിന് പറ്റിയിട്ടുള്ള ടീഷർട്ടൊക്കെ 30-40 ദിറംസൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീഷർട്ട് മാത്രമല്ല ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഇതാ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അന്ന് എടുത്തത് ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ കുറച്ച് അവിടെയും ഇവിടെയും ക്ലിപ്സൊക്കെ ഉള്ളത് ഞാൻ വിചാരിച്ചു നമുക്കൊരു മെമ്മറീസും ആണല്ലോ, അപ്പം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വീഡിയോയും ഇട്ടിട്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത തന്നെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.